കോതമംഗലത്ത് മതം മാറ്റാനുള്ള കാമുകന്റെയും കുടുംബത്തിന്റെയും സമ്മർദ്ദത്തെ തുടർന്ന് 23-കാരിയായ TTC വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. സോന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് രൂപീകരിച്ചു. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘമാകും കേസ് അന്വേഷിക്കുക. കേസിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കളെയും ഉടൻ ചോദ്യം ചെയ്യും. റിമാൻഡിലുള്ള റമീസിനായി കസ്റ്റഡി അപേക്ഷയും പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. വിവരങ്ങളുമായി കോതമംഗലത്ത് നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ആത്മഹത്യാക്കുറിപ്പിൽ പെൺകുട്ടി സോന ഈ മതം മാറ്റാനുള്ള കാമുകന്റെയും കുടുംബത്തിൻ്റെയും സമ്മർദ്ദത്തെക്കുറിച്ചും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഈ കാമുകൻ തന്നെ ഉപദ്രവിച്ച കാര്യങ്ങളടക്കം കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഈ റമീസിനെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്, പ്രതി ചേർത്തിട്ടുള്ളത്. മാതാപിതാക്കളെക്കുറിച്ചും റമീസിൻ്റെ ഒരു സുഹൃത്തിനെക്കുറിച്ചും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ട്. ഈ 3 പേരെയും, അതായത് മാതാപിതാക്കളെയും ഈ സുഹൃത്തിനെയും പ്രതി ചേർക്കാനുള്ള നീക്കമുണ്ടോ? പോലീസിൻ്റെ തുടർ നടപടികൾ എങ്ങനെയാണ് ഡാനി? ടോമി, കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത് എന്നതാണ്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ, മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കുട്ടമ്പുഴ സിയെയും അതോടൊപ്പം തന്നെ ഇവിടെ ബിനാനിപുരം SHOയും CAയും ഉൾപ്പെടെയാണ്. ബിനാനിപുരമാണ് ഇയാളുടെ ഈ റമീസിൻ്റെ വീടിൻ്റെ സ്റ്റേഷൻ പരിധി എന്നെല്ലാം പറഞ്ഞത്. അവരുൾപ്പെടുന്ന ഒരു സംഘമാണ് രൂപീകരിച്ചിട്ടുള്ളത്. പ്രധാനമായും ഇപ്പോൾ പരിശോധിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരെ കൂടി പ്രതി ചേർക്കുന്നതിൻ്റെ ഒരു സാഹചര്യവും കാര്യങ്ങളും എത്രത്തോളം ഉണ്ട് എന്നത് സംബന്ധിയായ കാര്യങ്ങളിലാണ്. ഇതിനിടെ റമീസിൻ്റെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്, കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അത് പരിഗണിക്കും. 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ തന്നെ ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംബന്ധിയായ കാര്യങ്ങൾ വിശദമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ പരിക്കിൻ്റെ സ്വഭാവം, ഗുരുതര സ്വഭാവം, അത് ഏത് രീതിയിലുള്ളതാണ്, എങ്ങനെ മർദ്ദനമേറ്റതാണ്, അത് ഒന്നിലധികം പേർ ഈ കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ, എങ്ങനെ ആഴത്തിലുള്ള ക്ഷതമുണ്ടോ, ഇതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം റമീസിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത് ഇയാളുടെ മൊബൈൽ ഫോണുകളും കാര്യങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുകയാണ്. കാരണം ഇത് സംബന്ധിച്ചും ചില സംശയങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. റമീസ് ഇവർക്ക് അയച്ച സന്ദേശങ്ങൾ, അതിലെല്ലാം തന്നെ ഈ വാട്സപ്പ് ചാറ്റുകളിലെല്ലാം തന്നെ നീ പോയാലും എനിക്ക് യാതൊരു വിഷയവുമില്ല, ഈ പെൺകുട്ടിയോട് ആ രീതിയിലെല്ലാം തന്നെ സംസാരിച്ചിട്ടുണ്ട്. കടുത്ത മാനസിക വൈഷമ്യത്തിലേക്ക് പെൺകുട്ടിയെ തള്ളിവിടുന്ന രീതിയിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇയാളുടെ ഭാഗത്തുനിന്ന് മാത്രമാണോ, വീട്ടുകാരുടെ ഭാഗത്തുനിന്നും അതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അത്തരം പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനൊടുവിലായിരിക്കും ഇവരെ ഈ കസ്റ്റഡിയിലെടുക്കുക എന്നത് സംബന്ധിച്ചുള്ള നീക്കങ്ങളാണ് അന്വേഷണ സംഘം നടത്തുന്നത്. കസ്റ്റഡിയിലെടുക്കുക, ഇവരെ ചോദ്യം ചെയ്യുക, ഈ സംബന്ധിയായ കാര്യങ്ങളിൽ വ്യക്തവും വിശദവുമായ കാര്യങ്ങൾ അന്വേഷിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വ്യക്തമായിട്ട് ഈ പെൺകുട്ടിയുടെ കത്തിൽ, ആത്മഹത്യാക്കുറിപ്പിലെല്ലാം തന്നെ പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ വീട്ടുകാരും അത് തന്നെ ശരിവെക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ വലിയ രീതിയിൽ ഇവരെ നിർബന്ധിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ പെൺകുട്ടി ആദ്യഘട്ടത്തിൽ ഇതിന് സമ്മതം മൂളിയിരുന്നു. ഇത്തരം കാര്യങ്ങൾ, മതപരിവർത്തനം അടക്കം താൻ നടത്താൻ തയ്യാറാണ്. കാരണം അവർ അത്രത്തോളം ഇയാളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരുമിച്ച് പോകാമെന്നതെല്ലാം തന്നെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ചില കാര്യങ്ങൾ ചൊല്ലിക്കൊണ്ട് ഇവർക്കിടയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ രൂപപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ആത്മഹത്യ അടക്കമുള്ള സംഭവങ്ങളിലേക്കെല്ലാം തന്നെ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സംസാരിച്ചത്, എങ്ങനെയൊക്കെയാണ്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ തർക്കങ്ങൾ ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിനെ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ച് വരികയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഈ കാര്യങ്ങളുടെ ഒരു ചുമതല ഏറ്റെടുക്കുകയും ഏകോപനം നടത്തിയത് മുന്നോട്ട് കൊണ്ടുപോവുകയും എല്ലാം തന്നെ ചെയ്യും. തീർച്ചയായും അതേക്കുറിച്ചാണ് പരിശോധിക്കുന്നത്. കാരണം ഈ ആലുവയിലെ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് റമീസും ഈ സോനയും തമ്മിൽ പ്രണയത്തിലാകുന്നത്. വിവാഹം നടത്താൻ പിന്നീടാണ് എതിർപ്പുണ്ടായിട്ടും 2 മതവിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പുണ്ടായതാണ്. പക്ഷേ എങ്കിൽ പോലും മകളുടെ ഇഷ്ടത്തിന് വഴങ്ങി ഇക്കാര്യത്തിൽ ഈ സോനയുടെ കുടുംബവും റമീസിൻ്റെ കുടുംബവും തമ്മിൽ ചില ധാരണയിലേക്ക് എത്തിയതാണ്. പിന്നീടുണ്ടായ സംഭവങ്ങളാണ് യുവതിയുടെ ആത്മഹത്യയിലേക്ക് എത്തിയതെന്ന് വ്യക്തമാണ്. എന്താണ് അവരുടെ ഇടയിൽ, ഈ 2 പേർക്കും ഇടയിൽ, അതായത് റമീസിനും സോനയ്ക്കും ഇടയിൽ സംഭവിച്ചത് ഡാനി? ടോം, ഇക്കാര്യത്തിൽ പോലീസ് നൽകുന്ന, അല്ലെങ്കിൽ പോലീസിന് മനസ്സിലായിട്ടുള്ളൊരു കാര്യങ്ങൾ ഇതാണ്.
കാരണം ഇവർ തമ്മിൽ ഏതാണ്ട് ഒരുമിച്ച് ജീവിക്കാനും കാര്യങ്ങളും എല്ലാം തന്നെ ധാരണയായിരുന്നു. മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ പെൺകുട്ടി സമ്മതിക്കുന്നു, വീട്ടിലെല്ലാം തന്നെ സമ്മതിച്ച് മുന്നോട്ട് പോവുകയും എല്ലാം ചെയ്യുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഇവർക്ക് തമ്മിൽ വലിയ രീതിയിലുള്ളൊരു തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് ഇയാളുടെ ഫോൺ പരിശോധിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ഈ പെൺകുട്ടി ഫോൺ പരിശോധിക്കുമ്പോൾ ചില വിവരങ്ങൾ അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അത് ഇയാൾക്ക് മറ്റ് ചില ബന്ധങ്ങളുണ്ട്, ചില അനാശാസ്യ കാര്യങ്ങളും അത്തരം കാര്യങ്ങളുമായിട്ട് ഇയാൾക്ക് ചില ബന്ധങ്ങളുണ്ട് എന്നതിൻ്റെ സൂചനകൾ ഈ പെൺകുട്ടിക്ക് ലഭിക്കുകയും ഇത് സംബന്ധിച്ച് ആവർത്തിച്ച് ചോദിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇതിൽ ഇവരുടെ ഈ ഗൂഗിൾ സെർച്ച് കാര്യങ്ങൾ രണ്ടുപേരും അത് കണക്ട് ചെയ്യപ്പെട്ടിരുന്നതായിരുന്നു. അത് ഇയാളുടെ ഈ സെർച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളുമെല്ലാം ഇവർ പരിശോധിച്ചതിൽ നിന്നാണ് ചില കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തത്. അതിനെ ചൊല്ലി ഈ പെൺകുട്ടി പലതവണ ഇയാളോട് ചോദിക്കുകയും ഈ ചോദ്യത്തിൽ പ്രകോപിതനായ ഇയാൾ ഇവരെ മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് ആദ്യഘട്ടത്തിൽ പറയുന്നത്. പിന്നീട് ഈ പെൺകുട്ടി തന്നെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയും ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് അവരുടെ വീട്ടുകാരോട് തന്നെ ഇതെല്ലാം തന്നെ വിശദീകരിക്കുകയും ചെയ്തു. തുടർന്ന് വലിയ രീതിയിലുള്ള ബഹളങ്ങൾ ആ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. ഇതിനുശേഷം ഇവരെ ഈ വീട്ടിൽ കൊണ്ടുപോവുകയും മർദ്ദിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം, താൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. അപ്പോഴും ഇയാളെ തന്നെ ഈ റമീസിനെ തന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ താൻ മതം മാറാൻ തയ്യാറല്ല. ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് പോകുന്ന ഇയാളെ തന്നോട് ചേർത്ത് വെക്കുമ്പോൾ അങ്ങനെയെങ്കിൽ തൻ്റെ ഇഷ്ടങ്ങൾ കൂടി അതിൽ നടപ്പാക്കേണ്ടതാണ്. അതുകൊണ്ട് മതം മാറാൻ താൻ തയ്യാറല്ല എന്നൊരു കാര്യം അവർക്ക് മുന്നേ ഈ വീട്ടുകാർക്ക് റമീസിൻ്റെ വീട്ടുകാർക്ക് മുൻപാകെ അത് അവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനെ ചൊല്ലി വീണ്ടും ഈ ബഹളമുണ്ടാകുകയും ഇയാളുടെ വീട്ടുകാരുമായിട്ട് ബഹളമുണ്ടാകുകയും എല്ലാം തന്നെ ചെയ്തു എന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഈ പെൺകുട്ടി ഈ കത്തിലും സൂചിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോലീസ് കടക്കണം. അതിൽ ഇയാളുടെ ഈ ഫോൺ കാര്യങ്ങളും ഇതെല്ലാം വിശദമായ രീതിയിൽ പരിശോധനയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെയും ഇയാളുടെ മാതാപിതാക്കളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്യണം. ഇത് വരും ദിവസങ്ങളിൽ തന്നെ അതുണ്ടാകും. അതിനു മുൻപായിട്ടാണ് മറ്റ് വസ്തുതാപരമായ കാര്യങ്ങളിലുള്ള അന്വേഷണം നടത്തുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ഏറെ വിവാദമായ ദ കേരള സ്റ്റോറി എന്ന സിനിമ ഇപ്പോൾ വീണ്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ചർച്ചയാകുന്നുണ്ട്. ഇതിന് പിന്നിൽ ലവ് ജിഹാദ് ഉണ്ടോ, പ്രണയക്കെണിയുണ്ടോ തുടങ്ങിയ രീതിയിലുള്ള പല ചർച്ചകളും പല ആരോപണങ്ങളും ക്രൈസ്തവ സഭകളടക്കം ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇവിടെ ആത്മഹത്യക്കുറിപ്പിൽ വളരെ വ്യക്തമാണ്. സോന എഴുതിയ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നുണ്ട് മതം മാറ്റാൻ തനിക്ക് മേൽ സമ്മർദ്ദമുണ്ടായി എന്ന്. സോനയുടെ അമ്മ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യവും അതുതന്നെയായിരുന്നു. പൊന്നാനിയിലേക്ക് മതം മാറ്റാൻ വേണ്ടി കാറ് വിളിച്ചു, റമീസിൻ്റെ വീട്ടിൽ ഈ പെൺകുട്ടിയെ പൂട്ടിയിട്ടു, തുടർന്ന് ക്രൂരമായി മർദ്ദിച്ചു തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. ഈ മതം മാറ്റം ആരോപണത്തെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? ഇനി ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ റമീസിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമോ? ഇക്കാര്യത്തിൽ കുറെ കൂടി വിശദീകരണം വരേണ്ടതുണ്ട്. കാരണം ഇത് ഒരു വലിയ വിവാദത്തിലേക്ക് അടക്കം നീങ്ങുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സിറോ മലബാർ സഭ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ വ്യക്തമായ വാർത്താക്കുറിപ്പ് ഇറക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. ഛത്തീസ്ഗഡിലല്ല, ഇവിടെയാണ്, കോതമംഗലത്താണ് ഇത്തരം കാര്യങ്ങൾ നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരികയും എല്ലാം തന്നെ ചെയ്തു. അപ്പോൾ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്തിയേ തീരൂ. കാരണം വലിയ വിഷയമായി പ്രതിഷേധമായി ഇത് അലയടിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വസ്തുതാപരമായ രീതിയിലുള്ള അന്വേഷണമെല്ലാം തന്നെ നടത്തേണ്ടതുണ്ട്. മതപരിവർത്തനത്തിന് നിർബന്ധിച്ചുവെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി വിശദമായിട്ട് വരേണ്ടതുണ്ട്. ഇന്നലെ പോലീസ് പറഞ്ഞത് നിലവിൽ ഉള്ള വകുപ്പുകൾ ആണ്, ഈ നിലവിൽ ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾക്കപ്പുറം മറ്റെന്തെങ്കിലും ചെയ്യണമെങ്കിൽ കൂടുതൽ തെളിവുകളിലേക്കടക്കം കടക്കേണ്ടതുണ്ട്. അത് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് പോലെ, ഈ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ ആരോപിക്കപ്പെടുന്നത് പോലെ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി തെളിവുകളും അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതിനാണ് ഇനിയുള്ള ചോദ്യം ചെയ്യലെല്ലാം ഉള്ളത്. അപ്പോൾ കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെങ്കിൽ കൂടുതൽ തെളിവുകളടക്കം സമാഹരിക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള നിർബന്ധിക്കലും കാര്യങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിശോധിക്കുമെന്ന് തന്നെയാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. നിലവിൽ അത്തരം സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ടോം. യെസ് ഡാനി, ഇന്ന് തന്നെ റമീസിൻ്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യാനുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? കാരണം ഇവിടെ ഈ ആത്മഹത്യക്കുറിപ്പാണ് പ്രധാനപ്പെട്ട തെളിവായി ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ സോനയുടെ അമ്മയുടെ മൊഴിയും റമീസിൻ്റെ മാതാപിതാക്കൾക്കും ഇതിൽ പങ്കുണ്ട്, ഈ പെൺകുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു.
അതോടൊപ്പം ഒരു സുഹൃത്തിനെ കുറിച്ചുള്ള പരാമർശവും ഉണ്ടല്ലോ. അതോടൊപ്പം അറിയേണ്ടത് ഈ സംഭവത്തിന് പിന്നിൽ മതമാറ്റം ആരോപണം ഉൾപ്പെടെ നിലനിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ മറ്റേതെങ്കിലും ബാഹ്യശക്തികൾ ഇതിന് പിന്നിലുണ്ടോ? ഈ മതം മാറ്റാനുള്ള നീക്കത്തിന് പിന്നിലുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ടോ? അത്തരം കാര്യങ്ങൾ പോലീസിനെ പരിശോധിച്ചാൽ മാത്രം അതിനൊരു വ്യക്തതയിലേക്ക് പോകാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം ഈ രീതിയിലുള്ള പല ആക്ഷേപങ്ങളും പല ദിക്കിൽ നിന്ന് ഉയരുന്നുണ്ട്, പല സാഹചര്യങ്ങളിലും ഉയരുന്നുണ്ട്. മാത്രവുമല്ല, ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയങ്ങൾ നേരത്തെയും തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്. ഇവിടെ മാത്രമല്ല, നേരത്തെയും ഇത്തരം സംഭവങ്ങൾ പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ സഭ തന്നെ, സിറോ മലബാർ സഭ തന്നെ ഇത് ഉന്നയിക്കപ്പെടുകയും ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവർത്തനം എന്ന രീതിയിൽ വീണ്ടും ഇതെല്ലാം തന്നെ രംഗത്തേക്ക് വരുന്നു എന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം സിറോ മലബാർ സഭ തന്നെ വ്യക്തമാക്കുന്നത്, മീഡിയ കമ്മീഷൻ തന്നെ വ്യക്തമാക്കുകയും എല്ലാം തന്നെ ചെയ്തു. അപ്പോൾ ഈ ഒരു വിഷയം അവരുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആരെങ്കിലും പ്രേരക ശക്തിയാകുന്നുണ്ടോ ഇത്തരം ഒരു നീക്കത്തിന്? അത് അവരെ ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരം കാര്യങ്ങൾ അറിയാൻ കഴിയൂ. അവർ മാത്രമല്ല, ഇപ്പോൾ മൊബൈലിൻ്റെ ഒരു ഫോറൻസിക് പരിശോധന പോലെ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഇവർ ചാറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളും ഏതെങ്കിലും രീതിയിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഇവർക്ക് ഒരു പ്രേരക ശക്തിയായിട്ടുണ്ടോ? കാരണം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വളരെ നിർബന്ധിച്ചുകൊണ്ട് പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാനും അവിടെ വെച്ച് മതപരിവർത്തനം നടത്താനും എല്ലാം തന്നെ ഈ പെൺകുട്ടിയെ വല്ലാതെ നിർബന്ധിക്കുകയായിരുന്നു. ഇന്ന് തന്നെ നടത്തണമെന്ന രീതിയിൽ തന്നെ അവർക്ക് ആ രീതിയിലുള്ള നിർബന്ധങ്ങൾ ഒരു ദിവസം ഉണ്ടായിരുന്നു എന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇത് കാർ വരെ തയ്യാറാക്കി നിർത്തിയിരുന്നു എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആരെങ്കിലും ഇത് ഓർഗനൈസ് ചെയ്ത് ഈ രീതിയിൽ പെട്ടെന്ന് നടത്തുക എന്ന രീതിയിലെല്ലാം തന്നെ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ തന്നെയാണ്. ഈ മാതാപിതാക്കളെ, റമീസിൻ്റെ മാതാപിതാക്കളെ അടക്കം ചോദ്യം ചെയ്താൽ മാത്രമേ ഈ ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ട് കഴിയുകയുള്ളൂ. നിലവിലുള്ളത് ഇപ്പോൾ ചുമത്തപ്പെട്ടിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മറ്റ് വകുപ്പുകൾ, അധിക വകുപ്പുകൾ കൂടി ചുമത്തണമെങ്കിൽ കുറെ കൂടി വിശദമായ രീതിയിലുള്ള അന്വേഷണം ഇക്കാര്യങ്ങളിലെല്ലാം, ഈ ആരോപണ വിഷയങ്ങളിലെല്ലാം തന്നെ നടത്തേണ്ടതുണ്ട്. ടോം. യെസ്, വ്യക്തമാണ്. കോതമംഗലത്ത് നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.